സ്വർഗീയ അശ്വിനി കുമാറിന്റെ 21ാമത് ബലിദാന ദിനത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സാംഘികം നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സി ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, RSS ജില്ലാ സംഘാലക് CP രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ നിരവധി RSS BJP നേതാക്കളും പ്രവർത്തകരും അനുസ്മരണ സംഘിക്കിന് എത്തിയിരുന്നു. വിവരങ്ങൾ നൽകാൻ മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അശ്വിനി കുമാറിനെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ എന്തൊക്കെ ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്? അശ്വതി, നമുക്കറിയാം അശ്വിനി കുമാർ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ആ സംഘത്തിന്റെ ജില്ലാ ചുമതലയിലേക്കൊക്കെ വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് 21 വർഷങ്ങൾക്ക് മുമ്പ് NDF ഭീകരർ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 21ാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് അശ്വിനി കുമാറിന്റെ പുന്നാട്ടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. മാത്രമല്ല, പുഷ്പാർച്ചനയിലും തുടർന്ന് നടന്ന അനുസ്മരണ സാംഘികിലും ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട സംഘത്തിന്റെയോ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ തന്നെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി ബാബു ആണ് ഈ ഒരു അനുസ്മരണ സാംഘികിൽ അനുസ്മരണ ഭാഷണം നടത്തിയത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, അതുപോലെ തന്നെ RSSന്റെ ജില്ലാ സംഘചാലക് CP രാമചന്ദ്രൻ, 2 സംഘചാലക് ഡോക്ടർ P രാജേഷ്, കാര്യകാരി സദസ്യൻ NK പ്രദീപൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV ശ്യാമോഹൻ, BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി തുടങ്ങിയവരും ഈ ഒരു അനുസ്മരണ പരിപാടിയിലും തുടർന്ന് നടന്ന അനുസ്മരണ സാംഘികിലും പങ്കെടുക്കുകയുണ്ടായി. അശ്വതി. ശരി മിഥുൻ, വ്യക്തമാണ് വിവരങ്ങൾ. എന്തായാലും സ്വർഗീയ അശ്വിനി കുമാറിന്റെ 21ാമത് ബലിദാന ദിനത്തോടനുബന്ധിച്ചാണ് സ്മൃതി മണ്ഡപത്തിൽ വിപുലമായ ചടങ്ങുകൾ നടന്നത്. പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സാംഘികമാണ് നടന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സി ബാബു ആണ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖരായ RSS നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.